എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മളിവിടെ മിഥുനം ലഗ്നമായിട്ട് മറ്റുള്ള 12 രാശികൾ 12 ഭാവമായിട്ട് വന്നാലുള്ള ഗുണദോഷ ഫലങ്ങളാണ് പറയുന്നത്. ഇവിടെ മിഥുനം ലഗ്നമായിട്ട് വന്നിട്ടുള്ള പുരുഷൻ വെളുത്ത നിറത്തോടും സ്ത്രീകളിൽ താല്പര്യത്തോടും കൂടിയവനാകുമെന്ന് പറയുന്നു. രാജാവിൽ നിന്നുള്ള വ്യഥയ്ക്ക് ഇടയുള്ളവനും ദൂതനും മുഖപ്രസാദമുള്ളവനും ആരെയും ആകർഷിക്കുന്ന വാചാലതയോടുകൂടിയ സ്വഭാവമുള്ളവനും ആരിലും വിനയമുള്ളവനും ആടുന്നതിലും പാടുന്നതിലുമൊക്കെ ധാരാളം താല്പര്യമുള്ള വ്യക്തികളായിരിക്കുമെന്ന് ആചാര്യം പറയുന്നു. കർക്കിടകൻ രാശി 2ാം ഭാവമായിട്ട് വരുന്ന ജാതകൻ തടിക്കച്ചവടം മുതലായവ ചെയ്ത് ധനവാനായും ജലഭയം, ഇഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവയോടുകൂടിയവരും നീതി കൊണ്ട് പുത്രന്മാരുടെ പ്രീതി സമ്പാദിക്കുന്നവനുമായിരിക്കുമെന്നാണ്. ചിങ്ങം രാശി 3ാം ഭാവമായിട്ട് ജനിക്കുന്ന മനുഷ്യൻ ശൂരനും പ്രായേണ ചീത്ത കൂട്ടുകെട്ടുമായിട്ട് സ്വഭാവം, അങ്ങനെ ചീത്ത കൂട്ടുകെട്ടിലോട്ട് പോയിട്ടുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. വലിയ ദ്രവ്യത്തോട് ആഗ്രഹമുള്ളവനായിരിക്കും. വാങ്മൂലമായും പ്രവൃത്തി മുഖേനയും ഹിംസ ചെയ്യുന്നവനായിരിക്കും. പാപപ്രവൃത്തികളിൽ തൽപരനായിരിക്കുമെന്നാണ്. കഠിന വാക്കുകൾ പറയുന്നവനും ഹീനനുമായിരിക്കും. കന്യരാശി 4ാം ഭാവമായിട്ട് വന്നാൽ അസത്തുക്കളുമായുള്ള ചേർച്ച കൊണ്ടും ധനം നിമിത്തവും പരവഞ്ചകന്മാരായ ആളുകളിൽ നിന്നും ചതിവ്, മോഷണം ഇവ കൊണ്ടും കളങ്കഹീനത, ഇളപ്പ ബുദ്ധി കൊണ്ടും ഇവയൊക്കെ കൊണ്ട് ജാതകന് അസുഖങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. തുലാം രാശി 5ാം ഭാവമായിട്ട് വരുന്ന മനുഷ്യർക്ക് സൽസ്വഭാവികളും സുന്ദരന്മാരും പ്രവൃത്തി കൊണ്ടും മറ്റു വിധേനയും ആരുടെയും മനസ്സിനെ ആകർഷിക്കുന്നവരായിരിക്കും. പ്രവൃത്തി നിരതന്മാരുമായ സന്താനങ്ങളെ കൊണ്ട് നിരന്തരമായ സുഖമനുഭവിക്കാനിടയുള്ളവരും ആകുമെന്ന് പറയുന്നുണ്ട്. അപ്പം വൃശ്ചികം രാശി 6ാം ഇടമായി വരുന്ന മനുഷ്യർക്ക് ഏഷണിക്കാരായവരിൽ നിന്നും സർപ്പങ്ങൾ, വ്യാഘ്രാദി ദുഷ്ടജന്തുക്കൾ, സ്ത്രീകൾ ഇവരിൽ നിന്നും കള്ളന്മാരിൽ നിന്നും ധാന്യങ്ങൾ നിമിത്തമായും ആപത്തുകൾക്കും വൈരത്തിനും ഇടയാക്കുമെന്ന് പറയുന്നുണ്ട്. ധനുരാശി 7ാം ഭാവമായി വരുന്നവർക്ക് ദുഷ്ടകളും ദുസ്വഭാവമുള്ള ലജ്ജ ഇല്ലാത്തതുമായിട്ടുള്ളവരായിട്ട് സമ്പർക്കം പുലർത്തുന്നവരും അന്യരിലുള്ള ദോഷത്തെ മാത്രം ഉയർത്തിക്കാട്ടുന്നവരും എപ്പോഴും കലഹത്തിൽ സന്തോഷിക്കുന്നവരും അഹങ്കാരികളുമായ ഭാര്യമാരെ സ്വീകരിപ്പാനേ ഇവർക്ക് സമയം ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ ഒരു വീക്ഷണമാണ് ആചാര്യൻ പറയുന്നത്. അഷ്ടമഭാവം മകരം രാശിയായിട്ട് വരുന്നവന് വിദ്യയും അഭിമാനവും മറ്റെല്ലാ ഗുണങ്ങളും ഉള്ളവനായിരിക്കും. കാമശീലം, ശൂരത, വിരിഞ്ഞ മാറിടമായിരിക്കും. സകല ശാസ്ത്രങ്ങളിലും സമർത്ഥമായ ജ്ഞാനമുള്ളവരുമായിരിക്കും. 9ാം ഭാവം കുംഭം രാശിയായാൽ വലിയ ധർമ്മിഷ്ഠനായിരിക്കും. ദേവന്മാരിൽ വിശേഷിച്ച് ശിവഭക്തനാവും. ഉദ്യാനങ്ങളിലും മനോഹര പുഷ്പങ്ങളിലുമൊക്കെ ഇവർക്ക് വലിയ താല്പര്യം കാണിക്കും. കൂപതടാകാദികളിലും തൽപരനായും ഭവിക്കുമെന്നാണ്. 10ാം ഭാവം മീനം രാശിയായിട്ട് വരുന്നാൽ ആ മനുഷ്യൻ തൻ്റെ വംശജന്മാരായ പൂർവികന്മാരുടെ കാലടികളെ പിന്തുടർന്നുള്ളതും വംശത്തിൻ്റെ കീർത്തിയെ വർദ്ധിപ്പിക്കുന്നവനുമായിരിക്കും. ചിരസ്ഥായിയും ദേവബ്രാഹ്മണ പൂജാദികളോട് കൂടിയതുമായ ധാർമ്മിക പ്രവൃത്തികളിൽ സദാ തൽപരനുമായിരിക്കും എന്ന് പറയുന്നുണ്ട്. മേടം രാശി 11ാം ഭാവമായിട്ട് വരുന്നവർ ചതുഷ്പാത്തുകളായ ജന്തുക്കളിൽ നിന്നും രാജാക്കന്മാരെ സേവിക്കുക നിമിത്തമായും വിദേശങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ട് അങ്ങനെയുള്ള നിമിത്തം കൊണ്ടും വളരെയധികം ധനം ലാഭമുണ്ടാക്കുമെന്ന് പറയുന്നുണ്ട്. ഇടവൻ രാശി 12ാം ഭാവമായി ജീവിക്കുന്ന പുരുഷന്മാർക്ക് വില പിടിച്ചതും മനോഹരങ്ങളുമായ വസ്തുക്കൾക്ക് വേണ്ടിയും സ്ത്രീജനങ്ങളെ ഉദ്ദേശിച്ചും രാജ്യലാഭത്തിനു വേണ്ടിയും
അഥവാ വളരെയധികം ഭൂമികളെ കൈവശപ്പെടുത്തുവാൻ വേണ്ടിയും തൻ്റെ പരാക്രമവും സ്ഥിതിയും പുലർത്തുന്നതിനും ധാതുദ്രവ്യങ്ങളുടെ വിനിമയം വിപരിണാമം ഇവയ്ക്ക് വേണ്ടിയും എപ്പോഴും ധനം വ്യയമുണ്ടാക്കുമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ മിഥുനം ലഗ്നമായിട്ട് 12 ഭാവങ്ങളിലുള്ള ഗുണദോഷ ഫലങ്ങൾ. അടുത്തത് കർക്കിടക ലഗ്നവും കർക്കിടക ലഗ്നം അനുസരിച്ച് അതിൻ്റെ 12 ഭാവങ്ങളെക്കുറിച്ചുള്ള എപ്പിസോഡായിരിക്കും അടുത്തത്. ഹരി ഓം ഹരി ഓം ഹരി ഓം.